കേരളത്തിലെ BJP എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് കരുതുന്ന മണ്ഡലങ്ങളും എന്നാൽ അതീവ ഗൗരവവും വളരെ മനോഹരമായി പ്രചരണം നടക്കുന്ന മണ്ഡലങ്ങളും ത്രികോണ മത്സരത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ത്രികോണ മത്സരത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്ന മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്നതിനപ്പുറം വലിയ കൗതുകമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ കൗതുകത്തിലേക്ക് കയറിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. മാണി സാറിൻ്റെ പാല എന്ന് പറഞ്ഞാൽ KM മാണി = പാല എന്നായിരുന്നു. പക്ഷേ ആ കഥ മാറി, കാലം മാറി. മാണി സാറിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി അവിടെ ഭരണമാറ്റം തന്നെ വന്നു. മാണി സി കാപ്പൻ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന, ഇപ്പോൾ അദ്ദേഹം KDP മറ്റുമാണ്, കേരള ദേശം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാണി സി കാപ്പൻ അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ നിലവിലെ MLA. ഭരണങ്ങാനവും കടനാടും കരൂരും കൊഴുവനാലും മീനച്ചലും മേലുകാവും മൂന്നിലവും മുത്തോലിയും രാമപുരം തലനാട് തലപ്പലം എന്നീ പഞ്ചായത്തുകൾ, പിന്നെ കാഞ്ഞിരപ്പള്ളിയുടെ കുറച്ച് ഭാഗം, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽപ്പെടുന്ന ഏലിക്കുളം എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെയും കൂടി കുറച്ച്, അതായത് കുറേ പഞ്ചായത്തുകൾ ചേരുന്നത് പഞ്ചായത്ത്. ഇതിലെല്ലാം BJPക്കും വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കഥ. അവിടെ മാണി സി കാപ്പൻ 2019 ഉപതെരഞ്ഞെടുപ്പിന് മാണി സി കാപ്പൻ ജയിച്ചായിരുന്നു. അത് കഴിഞ്ഞ് 2016 KM മാണിയായിരുന്നു, 2011 KM മാണി, അപ്പോഴും മാണി സി കാപ്പൻ തന്നെയായിരുന്നു. 2011 6/1/2096 അങ്ങനെ നോക്കിയാൽ 1965 മുതൽ നോക്കൂ, 1965 മുതൽ 2026 ആകുമ്പോൾ, 2026 വിട്ടോളൂ, 1965 മുതൽ 2016 വരെ 35, 10, 45, 51 വർഷം. നിസ്സാരമാണോ? ഒരു മനുഷ്യൻ്റെയൊക്കെ പുരുഷായുസിൻ്റെ 3/4 ഭാഗം KM മാണിയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അതായത് 1965 KM മാണി അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. അന്ന് മുതൽ KM മാണി അന്ന് മുതൽ കേരള കോൺഗ്രസ് ആണ്. 65 കേരള കോൺഗ്രസ്, 67 വീണ്ടും അന്നത്തെ ഗവൺമെൻറ് പിരിച്ചുവിട്ട് 67 ഗവൺമെൻറ് നടന്നു കേരള മാണി, 70 മാണി, 77 പിന്നെ കാടി അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് 7 വർഷം കഴിഞ്ഞാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ KM മാണി, 80 KM മാണി, 82 KM മാണി, 87 KM മാണി, 91, 96, 2001, 2006, 2011, 2016 വരെ 50, 51 വർഷം കാലം പാല = മാണി. അദ്ദേഹം ആ മണ്ഡലത്തിൽ പോയാലും പോയില്ലെങ്കിലും മാണി സാർ ജയിച്ചിരിക്കും. മാണി എല്ലാവരുടെയും സാറായി മാറി, മാണി സാർ മാറി. അതേസമയം 2019 മുതൽ കഥ മാറി. 2019 മാണി സി കാപ്പൻ ജയിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും മാണി സി കാപ്പൻ, കഴിഞ്ഞ 5 വർഷമായിട്ട് മാണി സി കാപ്പനാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്, അവിടെ MLA ആയിരിക്കുന്നത്. ഇനി നല്ല രസകരമായ മറ്റൊരു കാര്യം, ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് 3 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് പിന്നെ പാലായിൽ മത്സരിക്കുന്നത് ഷോൺ ജോർജിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. മറ്റ് 2 എല്ലാവരുടെയും അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുന്നത് നല്ലതായിരിക്കും. മാണി സി കാപ്പൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിലവിൽ അവിടെ MLA ആണ് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിനും അതുപോലത്തെ തെരഞ്ഞെടുപ്പിനും പൊതു തെരഞ്ഞെടുപ്പിനൊക്കെ ജയിച്ച് അവിടെ MLA ആണ്. അവിടെ തന്നെ അടകടപ്പുണ്ട്. ആ മണ്ഡലത്തിൽ തന്നെ മാണി സി കാപ്പൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാണി സി കാപ്പന് അതിൻ്റെ എഡ്ജുണ്ട്. എന്നാൽ KM മാണി 50-51 വർഷം കൊണ്ടു നടന്ന മണ്ഡലം എന്നുള്ള നിലയിൽ ഒരു പ്രാവശ്യം ജോസ് കെ മാണി തോറ്റു പോയെങ്കിലും ജോസ് കെ മാണിയെ എഴുതിത്തള്ളാൻ കഴിയില്ല. അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനാണ്. ഒരു അമുൽ ബേബി ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ റോഷി അഗസ്റ്റിനാണ് ഇതിൻ്റെ ചെയർമാനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പാർട്ടിയെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയത്. പക്ഷേ ആ പാലായിൽ പറഞ്ഞു കേൾക്കുന്നത് റോഷി വിഭാഗം, റോഷി ഫ്രാക്ഷൻ, KM മാണി ഗ്രൂപ്പിലെ റോഷി ഫ്രാക്ഷൻ ആരെ തോൽപ്പിക്കും? വീണ്ടും ജോസ് കെ മാണിയെ തോൽപ്പിക്കും. കാരണം അങ്ങനെ ആയാൽ LDF വന്നാൽ, വരുമോ ഇല്ലെന്നറിയില്ല, വന്നാൽ റോഷിക്ക് മന്ത്രിയാവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കളി അവിടെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കളി മനസ്സിലാക്കിയിട്ട് ഇടുക്കിയിൽ റോഷിയെ തോൽപ്പിക്കാനുള്ളൊരു പണി ജോസ് കെ മാണി തുടങ്ങി. അപ്പോൾ എന്തായാലും റോഷി ഓർ ജോസ് കെ മാണി രണ്ടും കൂടി ജയിക്കുന്ന പ്രശ്നമില്ല എന്നാണ് പാല ഇടുക്കി ഇക്വേഷൻ കേൾക്കുന്നത്. ഇനി അടുത്തത് പിന്നെ ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് PC ജോർജിൻ്റെ മകൻ എന്നതിലുപരി, PC ജോർജിൻ്റെ മകനാണ് എന്നതിലുപരി കഴിഞ്ഞ പ്രാവശ്യം പൂഞ്ഞാർ പ്രദേശത്തുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു അദ്ദേഹം 5 വർഷക്കാലം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ താഴെ നിന്ന് തന്നെ കയറി വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഇന്നലെ നടന്നിരുന്നു. ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. 1000കണക്കിന് 10000കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഞാൻ പാലായിൽ നിന്നുള്ള ചില വിവരങ്ങൾ സ്വീകരിക്കുമ്പോൾ, നമുക്കുള്ള പാലായിലെ ചില നമ്മുടെ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജ് അതിശക്തമായ
ത്രികോണ മത്സരമാണ് ഷോൺ ജോർജ് അവിടെ ഇറങ്ങിയതോടുകൂടി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല തൊട്ടിപ്പുറത്ത് പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കുന്നു. പഴയ പൂഞ്ഞാറിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി ഇപ്പോൾ പാലാ നിയോജകമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലായിൽ അതീവ ഗൗരവതരമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഷോൺ ജോർജ് ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ മാണി സി കാപ്പൻ തളർന്നാലേ ഷോൺ ജോർജ് ജയിക്കാൻ സാധ്യതയുള്ളൂ. മറ്റേ അദ്ദേഹം വലിയ ആളല്ല. യഥാർത്ഥത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാൻ എല്ലാ സാധ്യതയും കാണുന്നു. ജോസ് കെ മാണി 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 1-ാം സ്ഥാനത്ത് മാണി സി കാപ്പനോ ഷോൺ ജോർജോ ആയിരിക്കും. ക്രിസ്ത്യാനികൾ മനസ്സ് വച്ചാൽ ഹിന്ദുക്കൾക്കും കുറേ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളുണ്ട്. പല പഞ്ചായത്തുകളും അവിടെ നേരത്തെ മുത്തോലി പഞ്ചായത്തൊക്കെ BJP ഭരിച്ചതാണ്. BJPക്ക് ശക്തമായ വേരുകളുള്ള മണ്ഡലമാണത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിക്കാണ് അവിടെ മുൻതൂക്കമുള്ളത്. ക്രിസ്ത്യാനിറ്റിയിലെ ഒരു വിഭാഗം കൂടി തീരുമാനിച്ചാൽ നിർബന്ധമായി ഷോൺ ജോർജ് അവിടെ ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും ഞാൻ പറഞ്ഞു ജോസ് കെ മാണിയെ 3-ാമതായേ നിർത്താൻ പറ്റൂ. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ 2-ാമത് വന്നേക്കാം. 1-ാമത് വരുന്ന പ്രശ്നമേ ഇല്ല. കാരണം ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ഗ്രൂപ്പ് തർക്കവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ഒരു ആൻറ്റി ഇൻകംബൻസ് കിടപ്പുണ്ടല്ലോ, ഭരണവിരുദ്ധ വികാരം. അത് ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ വികസന വിരുദ്ധമല്ല, ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു അതോറിറ്റേറിയൻഷിപ്പ് പിണറായി കാണിച്ചതിൻ്റെ ഒരു ചുരുക്ക് മലയാളിയുടെ മനസ്സിലുണ്ട്. അതവർ മറന്നിട്ടില്ല. അത് മറക്കാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലായിരിക്കും പാലായിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ 3 പേരിൽ ആരാണ് രക്ഷപ്പെടുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും 2 പേരിലേക്കാണ് മത്സരം പോകുന്നത്. ത്രികോണ മത്സരം. ജോസ് കെ മാണി പിക്ചറിൽ ഇപ്പോൾ ഏറ്റവും താഴെയാണ്. ഇനി അടുത്തൊരു 10-20 ദിവസം കൊണ്ട് പ്രവർത്തിച്ച് മുകളിൽ വരുമോ നമുക്കറിയത്തില്ല. പക്ഷേ അവിടെ വളരെ കൃത്യമായി ജോസ് കെ മാണി തോറ്റുപോകുന്നൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു മെസ്സേജ്, ജയിക്കാനുള്ളൊരു ഒരു ആംബിയൻസ് ഉള്ള ആളല്ല എന്നൊരു മെസ്സേജ് വളരെ കൃത്യമായി പാലായിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് മാണി സി കാപ്പനും ഷോൺ ജോർജും തമ്മിലാണ് വലിയ മത്സരം നടക്കുന്നത്. അതിൽ ഷോൺ ജോർജ് ജയിച്ചാലും അത്ഭുതമില്ല. അത്രമാത്രം ചിട്ടയായ പ്രവർത്തനങ്ങൾ ഷോൺ ജോർജ് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഷോൺ ജോർജ് എന്ന് പറയുന്നത് PC ജോർജിനേക്കാൾ വളരെ പക്വതയുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നം വന്നപ്പോൾ വളരെ കൃത്യമായി അതിനകത്ത് ഇടപെടുകയും അവിടെ ചെല്ലുകയും ആ കാര്യങ്ങളൊക്കെ വളരെ പക്വതയോടെ ഇടപെടുന്ന ആളാണ്. ഇൻ്റർവ്യൂകളാകട്ടെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാകട്ടെ, ഒരു പൊളിറ്റിക് ഇരുത്തം വന്ന ഒരു 10-60 വയസ്സൊക്കെ ആയിട്ടുള്ള ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ആളാണ് ഷോൺ ജോർജ്. 5 പ്രാവശ്യം അദ്ദേഹം 5 വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. എന്തായാലും പാലാ മണ്ഡലം ഞാൻ ഈ പറഞ്ഞ പോലെ തിടനാടും ഭരണങ്ങാനവും പിന്നെ മുത്തോലിയും ഒക്കെ അടക്കമുള്ള പാലാ നിയമസഭ ഇപ്രാവശ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? അങ്ങനെയാണെങ്കിൽ BJPക്ക് ആ മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ പിന്നെ മധ്യ കേരളത്തിൽ നിന്ന് ഒരു MLA ഉണ്ടാകുമോ?